ശിക്ഷാവിധിക്കിടയിലെ രക്ഷാവാഗ്ദാനം എന്ന വിഷയമാണ് ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത്. ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു മാറിയ മനുഷ്യനോട് തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ എന്ന് ദൈവം ചോദിച്ചപ്പോൾ അവിടുത്തെ കാരുണ്യം യാചിച്ചുകൊണ്ട് സ്വന്തം തെറ്റ് താഴ്മയോടെ ഏറ്റുപറയുന്നതിന് പകരം ആദിമാതാപിതാക്കൾ പരസ്പരം പഴിചാരി ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. അത് അവരുടെ മേലുള്ള ശിക്ഷാവിധിക്ക് കാരണമായി. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ദൈവത്തിൻ്റെ അന്തിമമായ വാക്ക് ശിക്ഷയല്ല, രക്ഷയാണ് എന്നതാണ് ഈ തിരുവചനം വ്യക്തമാക്കുന്നത്. ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്കിടയിലുള്ള രക്ഷാ വാഗ്ദാനമാണ് ഉൽപ്പത്തി 3:15 വ്യക്തമാക്കുന്നത്. വീണുപോയ മനുഷ്യനു കിട്ടിയ ഈ രക്ഷാ വാഗ്ദാനത്തെ പ്രോട്ടോ ഇവാഞ്ചേലിയം അഥവാ പ്രഥമ സദ്വാർത്ത എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മനുഷ്യമക്കളെ അഥവാ സ്ത്രീയിൽ നിന്ന് ജനിച്ചവരെയാണ് സൂചിപ്പിക്കുന്നത്. തിന്മയെ കീഴടക്കുക എന്നത് മനുഷ്യൻ്റെ ധർമ്മമാണ്. എങ്കിലും തിന്മയുടെ തല തകർക്കുന്നതിന് മനുഷ്യമക്കൾക്ക് സ്വയമേവ സാധ്യമല്ലെന്നതാണ് സത്യം. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയുള്ള ദൈവിക വെളിപാടിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഉൽപ്പത്തി 3:15 സൂചിപ്പിക്കുന്ന സ്ത്രീ ദൈവജനമാണ്, അതായത് ഇസ്രായേൽ ജനം. സർപ്പത്തിൻ്റെ തല തകർത്ത സ്ത്രീയുടെ സന്തതി ഇസ്രായേലിലെ യൂദാ ഗോത്രത്തിൽ നിന്ന് ജനിച്ച യേശുക്രിസ്തുവാണ്. ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാമാണ് ഉൽപ്പത്തി 3:15 സ്ത്രീ എന്ന് പറയാറുണ്ട്. പരിശുദ്ധ മറിയം ദൈവജനത്തിൻ്റെയും സഭയുടെയും പ്രതീകമെന്ന നിലയിലും യേശുവിനെ ഉദരത്തിൽ വഹിച്ചവൾ എന്ന നിലയിലും അത് ശരിയാണ്. ദൈവപുത്രൻ്റെ കുരിശിലെ യാഗമാണ് സർപ്പത്തിൻ്റെ തല തകർത്തത്. ഈ യാഗം സർപ്പത്തിൻ്റെ തല തകർക്കുക മാത്രമല്ല, പാപത്താൽ വീണുപോയ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കും കാരണമായി. ഈ പുത്രൻ തമ്പുരാനോടും തമ്പുരാനെ പ്രസവിച്ച അമ്മയോടും ചേർന്ന് നിന്നുകൊണ്ട് തിന്മയെ കീഴടക്കാൻ നമുക്കും പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.